चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया ശ്രീഗുരും തം നതോസ്മി. നമ്മളിപ്പോൾ തുടങ്ങുന്നത് മധ്യലീല, ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധ്യലീല ആദിലീലയേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. 25 അധ്യായങ്ങളുണ്ട്. ആദിലീലയിൽ 17 അധ്യായങ്ങളും മധ്യലീലയിൽ 25 അധ്യായങ്ങളുമാണുള്ളത്. അതിൽ മധ്യലീലയുടെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നതും ഒരു വളരെ വലിയ അധ്യായമാണ്. മൊത്തത്തിൽ 287 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ശേഷലീല എന്ന ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, തുടക്കത്തിലുണ്ടായിരുന്നത് ആദിലീല, പിന്നെ ഉള്ളത് ശേഷലീല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദിലീലയുടെ അവസാനത്തിൽ വളരെ സംക്ഷേപമായിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്യാസ സ്വീകാരം വരെ കണ്ടിരുന്നു. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ആദ്യത്തെ 24 വർഷം അദ്ദേഹം ബ്രഹ്മചാരി ഗൃഹസ്ഥനായതിനു ശേഷം 24-ാം വയസ്സിൽ സന്യാസം സ്വീകരിക്കുന്നു. പിന്നീടുള്ള 24 അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ സന്യാസിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ ശേഷലീല, അതായത് ആദ്യത്തെ ഭാഗം പിന്നെ രണ്ടാമത്തെ ഭാഗം എന്നുള്ള രീതിയിൽ പറയുന്നു. ആ ശേഷലീലയാണ് യഥാർത്ഥത്തിൽ മധ്യലീലയായും അന്ത്യലീലയായും പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒന്നാമത്തെ അധ്യായത്തിൽ അനേകം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അനേകം വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ അധ്യായത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ഒരു 40 ശ്ലോകങ്ങളിലൂടെ, അവസാനത്തെ ഏകദേശം ഒരു 38 ശ്ലോകങ്ങളോളം അന്ത്യലീലയെക്കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്ത വർണ്ണനയും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നടത്തുന്നുണ്ട്. അതായത് അതിന് കാരണമായി അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വളരെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് ഈ ചൈതന്യ ചരിതാമൃതം രചിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്താണ്, ഞാൻ ഇത് പറഞ്ഞു തീർക്കാനുള്ള ആയുസ് ഉണ്ടാകുമോ എന്ന സംശയം അദ്ദേഹത്തിന് നല്ലവണ്ണം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് മധ്യലീലയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അദ്ദേഹം അന്ത്യലീലയും കൂടെ ഉൾക്കൊള്ളിച്ചു, ഒരു 40 ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ അതുകൊണ്ട് മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ അതിൽ കാണുന്നത് മധ്യലീലയുടെ കുറേ പ്രസക്തമായ ഭാഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവതാരിക എന്ന നിലയിലും, പിന്നീട് ഇതേ വിഷയങ്ങൾ തന്നെയാണ് ഈ ബാക്കിയുള്ള അധ്യായങ്ങളിലൂടെ വരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ അന്ത്യലീല, അതായത് മഹാപ്രഭുവിൻ്റെ ആ അവസാന കാലഘട്ടത്തിലുള്ള ആ കുറേ അധികം ലീലകളെക്കുറിച്ചുള്ള ചെറിയ, അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു തിരനോട്ടം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു കാര്യവും കൂടെ ഈ മധ്യലീലയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളെ എങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു എന്നുള്ളത് ആദ്യ ഭാഗത്തിൽ, ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട്.
പിന്നീട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്തത സഹചാരികളായിരുന്ന നിത്യാനന്ദ പ്രഭു പിന്നീട് രൂപസനാതന ജീവ ഗോസ്വാമിമാരുടെ പ്രചാരണത്തെക്കുറിച്ചിട്ട് അവരെങ്ങനെയെല്ലാം പ്രചാര ജോലികളിൽ ഏർപ്പെട്ടു എന്നതിനെക്കുറിച്ചിട്ട് ഒരു സംക്ഷിപ്ത വർണ്ണന. പിന്നീട് 20 വർഷക്കാലം എപ്രകാരം നവദ്വീപിലുള്ള ഭക്തന്മാർ ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാൻ വേണ്ടി രഥയാത്ര സമയത്ത് പുരിയിലേക്കുള്ള അവരുടെ യാത്ര, അവിടെ 4 മാസം അവർ തങ്ങുന്നു. അവർ ആ സമയത്ത് ഭഗവാനോടൊപ്പം ഭഗവത് സംഘത്തിൽ ചിലവഴിക്കുന്ന അങ്ങനെയുള്ള അതിനെക്കുറിച്ചിട്ട് ഒരു സംക്ഷിപ്തമായിട്ടുള്ള വർണ്ണന. പിന്നീട് ചൈതന്യ മഹാപ്രഭു എപ്രകാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും അദ്ദേഹം ആ വിരഹം അനുഭവിച്ചത് എന്നും പിന്നെ ആ ഒരു ഭഗവാൻ ആ സമയത്ത് ഉദ്ധരിച്ച ഒരു ശ്ലോകത്തിന് രൂപഗോസ്വാമി അതിനൊരു വ്യാഖ്യാനം നൽകുകയും അതിനെക്കുറിച്ചിട്ട് പറയുന്നു. പിന്നെ ശ്രീമതി രാധാറാണി കൃഷ്ണനോട് പറഞ്ഞ ആ ശ്ലോകം, അതിൻ്റെ വിശദീകരണം. പിന്നെ ചൈതന്യ മഹാപ്രഭു ആദ്യമായിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാൻ ശ്രമിച്ചതും പക്ഷേ വഴി തിരിച്ച് അദ്ദേഹത്തെ ശാന്തിപൂരിലേക്ക് കൊണ്ടുവന്നതും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ജഗന്നാഥപുരിയിലേക്ക് പോകുന്നത്, സാർവഭൗമ ഭട്ടാചാര്യരെ കണ്ടുമുട്ടുന്നത്, പിന്നീട് ദക്ഷിണ ഭാരതത്തിലേക്ക് അദ്ദേഹം യാത്ര പോകുന്നത്, പിന്നെ ജഗന്നാഥപുരിയിലുള്ള മഹാപ്രഭുവിൻ്റെ ലീലകൾ. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു രണ്ടാമത് വൃന്ദാവനത്തിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വിദ്യാനഗരത്തിലേക്ക് അദ്ദേഹം പോയത്. പിന്നെ നരസിംഹാനന്ദ ബ്രഹ്മചാരി എപ്രകാരം നരസിംഹാനന്ദ ബ്രഹ്മചാരിയുടെ വളരെ പ്രസിദ്ധമായ മാനസിക സേവ, പിന്നെ രാമകേലിയിലേക്ക് ഭഗവാൻ പോയത്, പിന്നെ കേശവഛത്രിയോടും രൂപഗോസ്വാമിയോടും നവാബ് ഹുസൈൻ ഷാ ചോദിക്കുന്ന ചോദ്യങ്ങൾ, പിന്നീട് എപ്രകാരം രൂപസനാതന ഗോസ്വാമിമാർ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടി അവർ മഹാപ്രഭുവിനെ ശരണം പ്രാപിക്കുന്നു. പിന്നീട് ഭഗവാൻ എന്നാൽ ഇനി വൃന്ദാവനത്തിലേക്ക് പോകണ്ട, മടങ്ങി പുരിയിലേക്ക് വരാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. പിന്നീട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് 3ാമത്തെ പരിശ്രമത്തിലാണ് ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയതും അദ്ദേഹം മടങ്ങി വന്നതിനെക്കുറിച്ചിട്ടും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ 40ഓളം ശ്ലോകങ്ങളിൽ ജഗന്നാഥപുരിയിലുണ്ടായിട്ടുള്ള അനേകം അന്ത്യലീല സംബന്ധിയായിട്ടുള്ള ലീലകളെക്കുറിച്ചിട്ട്, അതായത് ഛോട്ടാ ഹരിദാസ് എന്ന് പറയുന്ന ഭക്തനുമായിട്ടുള്ള മഹാപ്രഭുവിൻ്റെ ലീലകൾ, രഘുനാഥദാസ ഗോസ്വാമി മഹാപ്രഭുവിനെ കാണുന്നത്, വല്ലഭ ഭട്ട മഹാപ്രഭുവിനെ കാണുന്നത്, രാമചന്ദ്രപുരി ഗോപിനാഥ പട്ടനായക, പ്രദ്യുമ്ന മിശ്ര, പിന്നെ വീണ്ടും രൂപസനാതനന്മാരെ കാണുന്നത്, ഹരിദാസ് ഠാക്കൂർ ശരീരം വെടിയുന്നത്, ഇപ്രകാരമുള്ള ഈ അന്ത്യലീലയിൽ വരുന്ന ലീലകളെക്കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്ത വർണ്ണനയും ഈ 1ാമത്തെ അധ്യായത്തിൽ 287 ശ്ലോകങ്ങളിലൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുന്നു. അത് നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ടിപ്പോൾ കാണുവാൻ പോവുകയാണ്. ഈ അധ്യായവും തുടങ്ങുന്നത് എല്ലാ അധ്യായങ്ങളും പോലെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി യുടെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. യസ്യ പ്രസാദാദ് അജ്ഞോപി സദ്യ സർവജ്ഞാതും വ്രജേത് സശ്രീ ചൈതന്യ ദേവോമേ ഭഗവാൻ സംപ്രസീദതൗ. അതായത് ഒന്നുമേ അറിയാത്ത ഒരു വ്യക്തിക്ക് പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എല്ലാ ജ്ഞാനവും ക്ഷണനേരം കൊണ്ട് കൈവരിക്കാം. അതുകൊണ്ട് ആ മഹാപ്രഭുവിൻ്റെ അഹൈതുകമായ കാരുണ്യം എന്നിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. പിന്നെ ആദിലീലയിലെ ആദ്യത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആ ഒരു വന്ദന ശ്ലോകവും കൂടെ ചൊല്ലുന്നു. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദൗ സഹോദിതൗ ഗൗഡോദയേ പുഷ്പവന്തൗ ചിത്രൗ സന്തൗ തമോനുദൗ. ഇങ്ങനെയാണ് ഈ 1ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം സംബന്ധി ദേവത, അഭിധേയ ദേവത, പ്രയോജന ദേവത, ഈ 3 ദേവതകളുടെയും പ്രാർത്ഥനയും അദ്ദേഹം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൊല്ലുന്നുണ്ട്. വീണ്ടും ചൈതന്യ മഹാപ്രഭു
എപ്രകാരം കൃപാസിന്ധുവാണ് എന്ന്. ജയ ജയ ഗൗരചന്ദ്ര ജയ കൃപാസിന്ധു, ജയ ജയ ശചീസുത ജയ ദീനബന്ധു. ഇത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാൽ അദ്ദേഹം ഈ അധ്യായം തുടങ്ങുന്നു. എപ്രകാരമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തിലൂടെ ഒരുവന് ജ്ഞാനം ലഭിക്കുന്നത്, അതിനോട് സംബന്ധിച്ചാണ് അദ്ദേഹം ഈ സംബന്ധി ദേവത പ്രണാമവും അഭിധേയ ദേവത പ്രണാമവും പ്രയോജന ദേവത പ്രണാമവും. സംബന്ധി ദേവത ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ശ്രീ ശ്രീ രാധാ മദനമോഹനനാണ് സംബന്ധി ദേവത എന്ന് നമ്മൾ വിളിക്കുന്നത്. ജയതാം സുരതാം പങ്കോ സുരതൗ പങ്കോർ മമ മന്ദമതേർ ഗതി മത് സർവസ്വ പദാംബോജോ രാധാ മദനമോഹനോ. അതായത് മദനനെ പോലും മോഹിപ്പിക്കുന്ന ആ ഭഗവാനാണ് നമ്മളെ ആകർഷിക്കേണ്ടത്. ആ ഭഗവാനുമായിട്ടാണ് ആദ്യം നമുക്ക് സംബന്ധം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അഭിധേയ ദേവത എന്ന് വിളിക്കുന്ന ദിവ്യാദ് വൃന്ദാരണ്യ കൽപ്പദ്രുമാത് ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥൗ ശ്രീമദ് രാധാശ്രീല ഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. അതായത് എപ്രകാരം ശ്രീ ശ്രീ രാധാ ഗോവിന്ദജി അവരാണ് നമ്മുടെ അഭിധേയ ദേവത എന്ന് പറയുന്നത്. അപ്പോൾ അവരെയും സ്മരിക്കുന്നു. അതിനുശേഷം പ്രയോജന. ശ്രീമാൻ രാസരസാരംഭി വംശീവടതടസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപിർ ഗോപിനാഥ ശ്രീയേസ്തുനഃ. അപ്പോൾ ശ്രീ ശ്രീ രാധാ ഗോപിനാഥ്ജി, അപ്പോൾ ആ ഗോപിനാഥനാണ് നമ്മുടെ പ്രയോജന ദേവത. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിളിക്കുന്നത്? രാധാ മദൻ മോഹൻ, അതായത് നമ്മളെല്ലാവരും ഈ കാമത്താൽ ആകർഷിതരാണ്. അതുകൊണ്ട് നമ്മളെ ആകർഷിക്കുവാൻ വേണ്ടി ഭഗവാൻ കാമദേവനെ തന്നെ ആകർഷിച്ച രൂപത്തിൽ നമ്മളെയും ആകർഷിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന. രാധാ ഗോവിന്ദ. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആസ്വാദനം നൽകുന്നവൻ. അപ്പോൾ ആ പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആസ്വാദനം നൽകുന്ന ആ ഗോവിന്ദ ഭഗവാനെ, ഗോവിന്ദദേവനെ നമ്മൾ സേവനത്തിലൂടെ ആശ്രയിക്കണം. അപ്പോൾ പ്രയോജന ദേവതയായ ഗോപിനാഥ. അപ്പോൾ നമ്മളെല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാത പിന്തുടരുന്നവരായതിനാൽ നമ്മളെല്ലാവരും ആ ഗോപികളുടെ നാഥൻ, അതാണ് ഗോപി ഭർത്തൃ പദകമലയോർ ദാസദാസാനുദാസ. അപ്പോൾ നമ്മുടെ പ്രയോജന ദേവത ഭഗവാൻ ശ്രീ ഗോപിനാഥനാണ്. ഗോപികമാരുടെ നാഥനായ ആ ഭഗവാനെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് പ്രാപിക്കുന്നത് എന്നതും കൂടെ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. അതിനുശേഷം കുറേ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം വൃന്ദാവൻ ദാസ് ഠാക്കൂറിൻ്റെ ചൈതന്യ ഭാഗവതത്തെ ഒന്നുകൂടെ അദ്ദേഹം ഇവിടെ സ്മരിക്കുന്നു, പ്രശംസിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആദിലീലയിൽ ഞാൻ സൂത്രരൂപത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ചൈതന്യ ഭാഗവതത്തിൽ വൃന്ദാവൻ ദാസ് ഠാക്കൂർ വളരെ വ്യക്തമായി വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശേഷലീലാർ മുഖ്യ സൂത്രഗണം, അതായത് ശേഷലീലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ സൂത്രരൂപത്തിൽ സംക്ഷിപ്തമായിട്ട് പറയാം. അപ്പോൾ അതിന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ചൈതന്യലീലാർ വ്യാസദാസ വൃന്ദാവന താണ്ഡ്ര ആജ്ഞായ കരോൻ താണ്ഡ്ര ഉച്ഛിഷ്ട ചർവണ. വീണ്ടും നമ്മൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ വിനമ്രതയെ ഇവിടെ എടുത്തു കാണുകയാണ്. അദ്ദേഹം പറയുന്നു, ചൈതന്യലീലാർ വ്യാസ ദാസ വൃന്ദാവന, അതായത് വൃന്ദാവനദാസ് ഠാക്കൂറാണ് ചൈതന്യലീലയുടെ വ്യാസൻ. താണ്ഡ്ര ആജ്ഞായ കരോൻ താണ്ഡ്ര ഉച്ഛിഷ്ട ചർവണ, അതായത് അദ്ദേഹത്തിൻ്റെ ഉച്ഛിഷ്ടം ഞാൻ ചർവണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ വൃന്ദാവൻദാസ് ഠാക്കൂർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ ഉച്ഛിഷ്ടം, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസാദത്തെ ഞാൻ വീണ്ടും സ്വീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ വീണ്ടും പറയുന്നു എന്നുള്ളതിനെ എത്ര വിനമ്രതയോട് കൂടിയിട്ട് ഈ രൂപത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ എടുത്ത് പറയുകയാണ്. പിന്നീട് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയെ മൂന്നായി വിഭജിക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതായത് ഭഗവാന്റെ ആദിലീല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ
24 വർഷത്തെ ഇഹലോക ലീലയുടെ ആദ്യത്തെ 24 വർഷങ്ങളാണ് ആദിലീല. പിന്നീടുള്ള 24 വർഷങ്ങൾ ശേഷലീല. അതിൽ മധ്യലീല എന്ന് പറയുന്നത് ഈ ശേഷലീലയുടെ 6 വർഷങ്ങൾ. ആ 6 വർഷങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മഹാപ്രഭു ഭാരതം ഉടനീളം സഞ്ചരിച്ചു. ജഗന്നാഥപുരിയിൽ നിന്നും ബംഗാളിലേക്കും അവിടെ നിന്ന് കന്യാകുമാരി വരെയും തിരിച്ച് അവിടെ നിന്ന് വന്ന് വൃന്ദാവനത്തിലേക്ക് പോയി പുരിയിലേക്ക് മടങ്ങി വരും. ഇതാണ് മധ്യലീലയിലെ 6 വർഷം. പിന്നെ അന്ത്യലീലയുടെ 18 വർഷം. അപ്പോൾ 24-ൽ 6 പോയാൽ 18 വർഷം. അതിലുള്ള 6 വർഷം ചൈതന്യ മഹാപ്രഭു ചില ഭക്തന്മാരുമായിട്ട് ചെലവഴിക്കുകയും അവർക്കെല്ലാവർക്കും പ്രേമഭക്തി അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള അവസാനത്തെ 12 വർഷം എന്ന് പറയുന്നത് അദ്ദേഹം വിരഹഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളുടെ ശ്രവണത്തിൽ മാത്രമാണ് ചിലവഴിച്ചത്, കൂടുതൽ സമയവും. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, 20 വർഷം എല്ലാ വർഷവും ഭക്തന്മാർ നവദ്വീപിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് പോവുകയും 4 മാസക്കാലം ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ആ ശേഷലീലയുടെ 24 വർഷങ്ങളിൽ 20 വർഷങ്ങൾ നവദ്വീപിൽ നിന്നും ഭക്തന്മാർ സ്ഥിരമായി പോയിരുന്നു എന്നും കൂടെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ പുരിയിൽ നിന്നും ബംഗാളിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ബംഗാളിലേക്ക് പോയി അവിടെ കൃഷ്ണപ്രേമരസം എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് നവദ്വീപിലേക്ക് പോയി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്യാസലീല സമയത്ത് നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെ പുരിയിൽ കൂടുതലായിട്ട് കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യാനന്ദ പ്രഭുവിനെ മഹാപ്രഭു ബംഗാളിൽ കൃഷ്ണപ്രേമം പ്രചരിപ്പിക്കുവാനായി പറഞ്ഞയച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് നിത്യാനന്ദ പ്രഭു ഈ സേവാഭാവം കൊണ്ടു നടന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇപ്രകാരം വർണ്ണിക്കുന്നു. ചൈതന്യ സേവ ചൈതന്യ ഗാओ लाओ ചൈതന്യ നാം ചൈതന്യയെ ഭക്തി കരേ സൈ മോര പ്രാൺ. അതായത് നിത്യാനന്ദ പ്രഭു പറയുമായിരുന്നു, ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുക, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗാനം പാടുക, ചൈതന്യനാമം ലാओ ചൈതന്യനാം ചൈതന്യനാമം സ്വീകരിക്കുക, ചൈതന്യയെ ഭക്തി കരേ ചൈതന്യ മഹാപ്രഭുവിനോട് ഭക്തി ഉണ്ടാവുക, അങ്ങനെയുള്ളവരെല്ലാവരും സെയ് മോര പ്രാൺ, അങ്ങനെയുള്ളവരെല്ലാവരും എനിക്ക് പ്രാണതുല്യമായി പ്രിയപ്പെട്ടവരാണ് എന്ന് നിത്യാനന്ദ പ്രഭു പറയുമായിരുന്നത്രേ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ദീനഹീന നിന്ദക ഉൾപ്പെടെയുള്ള, അതായത് ഏറ്റവും പതിതന്മാരായിട്ടുള്ള ആത്മാക്കൾക്കും അതുപോലെ തന്നെ നിന്ദകർ, അതായത് ഹരിനാമത്തെയും ഭഗവാനെയും നിന്ദിച്ചവർക്ക് പോലും അദ്ദേഹം ഈ കൃഷ്ണപ്രേമം പകർന്നു നൽകി എന്നിവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി സൂചിപ്പിക്കുന്നു. പിന്നീട് എപ്രകാരമാണ് ചൈതന്യ മഹാപ്രഭു ശ്രീല രൂപ ഗോസ്വാമിയും ശ്രീല സനാതന ഗോസ്വാമിയും വ്രജഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്നതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 സഹോദരന്മാർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ഇവർ 2 പേരും വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തത്? അവർ ഭക്തിയുത സേവനം പ്രചരിപ്പിച്ചു. അവർ ഭഗവാന്റെ ധാരാളം പുണ്യസ്ഥലങ്ങൾ, തീർത്ഥസ്ഥാനങ്ങൾ കണ്ടുപിടിച്ചു. അവർ രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദജി എന്നീ വിഗ്രഹാരാധന അവിടെ തുടങ്ങി വച്ചു. അടുത്തത്, അനേകം ശാസ്ത്രഗ്രന്ഥങ്ങൾ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ എല്ലാറ്റിൻ്റെയും സാരം പിഴിഞ്ഞെടുത്ത് അവർ സ്വയം ഭക്തിഗ്രന്ഥങ്ങൾ രചിച്ചു. പിന്നെ അവർ വൈദിക ഗ്രന്ഥങ്ങളെല്ലാം വിശകലനം ചെയ്ത് പഠിച്ച് അതിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഭക്തി പ്രചാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ പ്രഭു ആജ്ഞായ കൈലാസഭ ശാസ്ത്രേര വിചാർ വ്രജേര നിഗൂഢ ഭക്തി കരില പ്രചാർ. അതായത് മഹാപ്രഭു ആജ്ഞാപിച്ചു,
അവരെന്ത് ചെയ്തു? സബശാസ്ത്രേര വിചാർ. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്, ശാസ്ത്രേര വിചാർ വ്രജേര നിഗൂഢ ഭക്തി കരീല പ്രചാർ. അപ്പോൾ നമ്മുടെ ഈ സങ്കീർത്തന പ്രസ്ഥാനം എന്ന് പറയുന്നത് കാണുമ്പോൾ ഇതൊരു വളരെ വൈകാരികമായ എന്തോ ആണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ഇത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ഇത് ഒട്ടും തന്നെ വൈകാരിക തലത്തിലുള്ളതല്ല. എല്ലാ വൈദിക ഗ്രന്ഥങ്ങളുടെയും തീരുമാനവും എല്ലാ വൈദിക ഗ്രന്ഥങ്ങളുടെയും സാരവും യഥാർത്ഥത്തിൽ ഭക്തി തന്നെയാണ്. ഇത് ഇവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ ഇവരെക്കുറിച്ചിട്ട് നാനാശാസ്ത്ര വിചാരണൈക നിപുണൗ സദ്ധർമ്മ സംസ്ഥാപകൗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നാനാശാസ്ത്ര വിചാരണൈക നിപുണൗ, അതായത് ഇവർ അതിൽ നിപുണന്മാരായിരുന്നു. നാനാശാസ്ത്രങ്ങളെക്കുറിച്ചിട്ട് വിചാരണ നടത്തി അവയെ വിശകലനം ചെയ്ത് അതിൽ നൈപുണ്യമുണ്ടായിരുന്നവരാണ് ഈ പറയുന്ന രൂപസനാതന ഗോസ്വാമിമാർ. അപ്പോൾ ഇവർ സാധാരണക്കാരല്ല. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വളരെ സംക്ഷിപ്തമായിട്ട് സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി രചിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക അവിടെ നിരത്തുന്നുണ്ട്. ആ ഭാവാർത്ഥങ്ങളിൽ ശ്രീല പ്രഭുപാദർ ഈ ഗ്രന്ഥങ്ങളിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടും ഒരു സൂചന നൽകുന്നുണ്ട്. അതായത് സനാതന ഗോസ്വാമി രചിച്ച പ്രധാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. ഹരിഭക്തി വിലാസ്, ബൃഹത് ഭാഗവതാമൃതം, ദശമ ടിപ്പണി, ദശമചരിത. ഇതാണ് സനാതന ഗോസ്വാമി രചിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. രൂപഗോസ്വാമിയുടെ രചനയെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഗണനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അസംഖ്യം ഗ്രന്ഥങ്ങൾ ശ്രീല രൂപഗോസ്വാമി രചിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടവയെ ഞാൻ പട്ടികയിൽ നിരത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ഭക്തി രസാമൃത സിന്ധു, വിദഗ്ധ മാധവം, ഉജ്ജ്വല നീലാമണി, ലളിതമാധവം, ദാനകേലി കൗമുദി, സ്ഥവാവലി, ലീലാച്ഛന്ദ, പദ്യാവലി, ഗോവിന്ദവിരുദാവലി, മധുരമാഹാത്മ്യ, നാടകവർണ്ണന, ലഘുഭാഗവതാമൃത എന്നിങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും മരുമകനായിരുന്ന ശ്രീല ജീവഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ഷഡ് സന്ദർഭങ്ങൾ, അതിൽ പ്രീതി സന്ദർഭ, പരമാത്മ സന്ദർഭ, ഭാഗവത സന്ദർഭ, കൃഷ്ണ സന്ദർഭ എന്നിങ്ങനെയുള്ള ഷഡ് സന്ദർഭ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഗോപാല ചമ്പു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും ശ്രീല ജീവഗോസ്വാമി രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗൗഡീയ വൈഷ്ണവ തത്വസിദ്ധാന്തത്തിൻ്റെ എന്താ പറയുക, ആണിക്കല്ലെന്ന് നമ്മൾ പറയില്ലേ, അത് ഈ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം പഠിച്ചിട്ടാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് ഈ പറയുന്ന ഭക്തിവേദാന്ത വിശദീകരണങ്ങൾ, നമ്മൾ ഭക്തിവേദാന്ത പേർപോട്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദർ ഈ പറയുന്ന ഗ്രന്ഥങ്ങളെയെല്ലാം അരച്ച് കലക്കി അതിൻ്റെ സാരം പിഴിഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിച്ചിരിക്കുന്ന ഇവരുടെ പ്രമുഖ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവയൊന്നും നേരിട്ട് വായിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ നമുക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണങ്ങളിൽ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടോ അതെല്ലാം തന്നെ ശ്രീല പ്രഭുപാദർ അതിനെല്ലാം ഇങ്ങനെ എന്താ പറയുക, അതിനെ കറന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പല ഇടങ്ങളിലായിട്ട് അവയെ ഇങ്ങനെ പാകി നൽകിയിട്ടുണ്ട് നമുക്ക്. അത് പ്രഭുപാദർക്കറിയാം ഏത് പോയിൻ്റ്
എവിടെ എങ്ങനെ ഉൾക്കൊള്ളിക്കണം എന്ന്. അപ്പോൾ അതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് പ്രഭുപാദർ തന്നിട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് പെട്ടെന്ന് ഇത്രയും ഗ്രന്ഥങ്ങളുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ തോന്നി ഇതിലൊരു 5-6 എണ്ണമെങ്കിലും എനിക്ക് എത്രയും പെട്ടെന്ന് വായിച്ച് ഞാനൊരു താത്വിക ആചാര്യനായാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം വലിയ സാഹസപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും കടന്നില്ലെങ്കിൽ പോലും നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങൾ വായിച്ചാൽ തന്നെ മതിയാകും എന്നുള്ള ഒരു വലിയ സന്ദേശം ഇതിലുണ്ട്. ശ്രീല പ്രഭുപാദരുടെ ഒരു ശിഷ്യൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഇൻ ഫ്യൂച്ചർ ദേ വിൽ റൈറ്റ് പേർപോട്ട്സ് ടു മൈ പേർപോട്ട്സ് എന്ന്. കാരണം പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങൾ അത്രമാത്രം അർത്ഥഗർഭമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭാവിയിൽ ഇനി വരുന്ന ആചാര്യന്മാർ പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങൾക്ക് വരെ ഭാവാർത്ഥം രചിക്കും. അപ്പോൾ എത്രമാത്രം ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന പ്രഭുപാദർ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല പ്രഭുപാദർ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അടുത്ത 10,000 വർഷത്തേക്കുള്ള നിയമഗ്രന്ഥങ്ങളാണ് എന്നും കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത് കിട്ടിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ അത് തന്നെ നമ്മളെ ഈ സംസാരസാഗരത്തിൻ്റെ അങ്ങേക്കരയിലെത്തിക്കുവാൻ പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച് വിശ്വസിക്കാം. അതിനുശേഷം എപ്രകാരം ഭക്തന്മാർ എല്ലാവരും വർഷാവർഷം ജഗന്നാഥപുരി സന്ദർശിക്കുമായിരുന്നു എന്ന് അതിനെക്കുറിച്ചിട്ട് ചെറിയ ഒരു സംക്ഷിപ്ത വർണ്ണന കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പുരിയിലേക്ക് പോവുകയും അപ്പോൾ ആ വർഷം തന്നെ അദ്വൈതാചാര്യൻ നവദ്വീപത്തിലുള്ള എല്ലാ ഭക്തന്മാരെയും കൂട്ടി ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാൻ വേണ്ടി പുരിയിലേക്ക് പോയി. രഥയാത്രയ്ക്ക് മുൻപ് അവർ പുരിയിലെത്തി. അവർ രഥയാത്ര കണ്ടു. അതിനുശേഷം അവരെല്ലാവരും 4 മാസം അവിടെ മഹാപ്രഭുവിനോടൊപ്പം ചിലവഴിച്ചു. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു അവരോടും പറഞ്ഞു, നിങ്ങളിനി എല്ലാ വർഷവും 4 മാസം ഇവിടെ വന്ന് എൻ്റെ കൂടെ ചിലവഴിക്കണമെന്ന്. അപ്പോൾ ആ ആജ്ഞ പാലിച്ചുകൊണ്ട് ഭക്തന്മാരെല്ലാവരും വർഷാവർഷം 4 മാസം ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം 20 വർഷക്കാലം അങ്ങനെ ഓരോ വർഷവും 4 മാസം നവദ്വീപിലുള്ള ഭക്തന്മാരെല്ലാവരും ജഗന്നാഥപുരിയിലേക്ക് പുറപ്പെട്ടു പോവുകയും അവിടെ 4 മാസം മഹാപ്രഭുവിനോടൊപ്പം കഴിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നവദ്വീപിലുള്ള ഭക്തന്മാർക്കെല്ലാവർക്കും മഹാപ്രഭുവിൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ മഹാപ്രഭു തന്നെ വിളിച്ചു വരുത്തി, നിങ്ങളെല്ലാവരും വരണം, എന്നെ വന്ന് കാണണം എന്നെല്ലാം പറഞ്ഞിരുന്നത്. പിന്നീട് വളരെ സംക്ഷിപ്തമായിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, അവസാനത്തെ 12 വർഷക്കാലം ചൈതന്യ മഹാപ്രഭു എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ ശ്രവിക്കുകയും ആ ഭഗവാനിൽ നിന്നുള്ള വിപ്രലംബ ഭാവത്തിൽ മഹാപ്രഭു ഉന്മാദം പിടിച്ച ഒരു വ്യക്തിയെപ്പോലെ അട്ടഹസിച്ച് ചിരിക്കുകയും കരയുകയും നൃത്തം ചെയ്യുകയും നാമം ജപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം ജഗന്നാഥ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എല്ലാം തന്നെ കുരുക്ഷേത്രത്തിൽ വച്ച് ഗോപികാസ്ത്രീകൾ കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് എന്താണോ തോന്നിയത് അതേ തോന്നലാണ് മഹാപ്രഭുവിന് ഉണ്ടായിരുന്നത്. മാത്രമല്ല മഹാപ്രഭു രഥത്തിന് മുന്നിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് മഹാപ്രഭു ഒരു ശ്ലോകം പറയുമായിരുന്നു. അപ്പോൾ ആ ശ്ലോകത്തിൽ മഹാപ്രഭു പറയും, അതായത് എൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന സൈത പ്രാണനാഥപ്പായനു യഥലാഗി മദന ദഹനെ ജുഹുരിഗണു. ഇത് മഹാപ്രഭു എപ്പോഴും പാടുമായിരുന്നു. അതായത് സൈത പ്രാണനാഥപായനു, അതായത് എൻ്റെ പ്രാണനാഥനെ ഞാനിപ്പോൾ പ്രാപിച്ചിരിക്കുന്നു. യഥാലാഗി മദനദഹനെ ഝൂരിഗേണു, ആ
എൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കാമാഗ്നി കത്തിയെരിയുകയായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ കാമാഗ്നി മദനദഹനെ എന്ന ചൈതന്യ മഹാപ്രഭു ഉപയോഗിക്കുന്നു. പക്ഷേ അത് ഒരിക്കലും ഭൗതികമായ കാമത്തെക്കുറിച്ചിട്ടല്ല മഹാപ്രഭു പറയുന്നത്. മറിച്ച് എപ്രകാരം മഹാപ്രഭു ഭഗവാന്റെ ആ വിരഹത്തിൻ്റെ അഗ്നിയിൽ അദ്ദേഹം എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും, എന്നാൽ ഞാൻ കൃഷ്ണനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ശ്ലോകം, അതായത് രാധാറാണി കൃഷ്ണനെ വീണ്ടും തിരിച്ച് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ശ്ലോകവും ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. യക്കൗമാര ഹരസ ഏവഹി വരസ്ത ഏവ ചൈത്രക്ഷപാസ് ഏവഹി വരസ് താ ഏവ ചൈത്രക്ഷപാസ് തേജോന്മീലിതമാലതി സുരഭയ പ്രൗഢാ കദംബാനില സാ ചൈവാസ്മി തഥാപി തത്ര സുരത വ്യാപാരലീലാവിധൗ രേവാരോധസി വേധസി തരുതലേ ചേതസ്സമുത്കണ്ഠതേ. ഇത് ശ്രീമതി രാധാറാണി ഈ ശ്ലോകം പറയുമായിരുന്നു. എന്താണ് ആ ശ്ലോകം? യ കൗമാര ഹര സ ഏവഹി വരസ്ത ഏവ ചൈത്രക്ഷപ. അതായത് രാധാറാണി ചിന്തിക്കുകയാണ്, ഇതെവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? കുരുക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ കാണാൻ പോവുകയാണ് ഗോപികാസ്ത്രീകളെല്ലാവരും. അപ്പോൾ അവിടെ കാണുകയാണ് എങ്ങനെ എൻ്റെ യൗവനകാലത്തിൽ എൻ്റെ ഹൃദയത്തെ ഹരിച്ച, എൻ്റെ ഹൃദയത്തെ എന്നിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയ ആ യുവാവ് ഇപ്പോൾ വീണ്ടും എൻ്റെ നാഥനായി മടങ്ങി വന്നിരിക്കുന്നു. ഇത് ആ ചൈത്രരാത്രി, അതേ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ആ ചൈത്രമാസത്തിലെ രാത്രി തന്നെയാണ്. തേജോന്മീലിത മാലതി സുരഭയ പ്രൗഢ കദംബാനില. അതായത് അതേ കദംബവനത്തിൽ മാലതി പുഷ്പങ്ങളുടെ സുഗന്ധം ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. സചൈവാസ്മി തഥാപി തത്ര സുരത വ്യാപാര ലീലാവിധവും. അതായത് ഞങ്ങൾക്കുള്ളിൽ എന്ത് ലീലകളാണോ ഉണ്ടായിരുന്നത്, അത് ആ ലീലകളിൽ ഉണ്ടായിരുന്ന അതേ ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് ഒട്ടുമേ സന്തുഷ്ടമല്ല. രേവാരോധസി വേധസി തരുതലേ ചേതസ്സമുത്കണ്ഠതേ. അപ്പോൾ ആ വേതസി വൃക്ഷത്തിന് താഴെ, രേവയുടെ കരയിലുള്ള ആ വേതസി വൃക്ഷത്തിന് താഴെയുള്ള അവിടേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം ഇവിടെ പറയുന്നുണ്ട്. അതായത് ശ്രീമതി രാധാറാണിയും മറ്റു ഗോപികമാരും കുരുക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണാൻ പോയപ്പോൾ അവരെല്ലാവരും യഥാർത്ഥത്തിൽ അവർക്കൊട്ടുമേ സന്തോഷമുണ്ടായില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അവിടെ കണ്ട കൃഷ്ണൻ അവരുടെ കൃഷ്ണനെ ആയിരുന്നില്ല. എന്താണ്? കൃഷ്ണൻ വന്നത് ദ്വാരകയിലെ ചക്രവർത്തിയായിട്ട് വരുന്നു, രാജാവായിട്ട് വരുന്നു. ആനകളും കുതിരകളും ഭേരികളും പടയുമൊക്കെ ആയിട്ട് പൂർണ്ണമായും രാജവേഷത്തിൽ കൃഷ്ണൻ വരുന്നു. ഇവരെല്ലാം കണ്ടു ചോദിക്കുന്നു, നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഒരു രാജാവ് ചോദിക്കുന്നത് പോലെ. അപ്പോൾ ഗോപികാസ്ത്രീകളെല്ലാം ചിന്തിക്കുകയാണ്, ഈ കാണുന്ന വ്യക്തി അതേ വ്യക്തിയാണ്, നമ്മളും അതേ വ്യക്തിത്വങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് അന്നുണ്ടായിരുന്ന ആ സന്തോഷം ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഗോപികമാരെല്ലാവരും ചേർന്ന് കുരുക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണനെ വീണ്ടും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവരെന്താണ് ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, അവർക്ക് വേണ്ടിയിരുന്നത് അവരുടെ ശ്യാമസുന്ദരനായ വനമാല ധരിച്ച, ഓടക്കുഴലും ഇടുപ്പിൽ തിരുകി മറ്റൊരു കയ്യിൽ മറ്റേ കാളക്കൊമ്പ് കൊണ്ട് ഊതുന്ന കുഴലുമുള്ള അവരുടെ ഗോപബാലനായ കൃഷ്ണനെ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ കൃഷ്ണനുമൊത്ത് വൃന്ദാവനത്തിൽ
സമയം ചിലവഴിക്കുക എന്നത് മാത്രമായിരുന്നു ഗോപസ്ത്രീകളുടെ ആഗ്രഹം. അല്ലാതെ അവരിത് കണ്ടിട്ട് ദ്വാരകയിൽ ഇദ്ദേഹം ചക്രവർത്തിയാണ്, ഇദ്ദേഹത്തിന് ഇത്ര ആനയുണ്ട്, ഇത്ര കുതിരയുണ്ട്, ഇത്ര രഥത്തിൽ വന്നിരിക്കുന്നു, ഇത്ര പടയാളികളുണ്ട്, ഇത്ര രാജ്ഞിമാരുണ്ട്, ഇവരെല്ലാവരും വലിയ അവിടെ എന്താ പറയുക കൂടാരങ്ങളെല്ലാം പണിത് അവരെല്ലാവരും അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നു, ഇതൊന്നും കണ്ടിട്ട് ഗോപികമാർക്ക് അവരങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കണ്ട നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആയോ എന്ന് അവർ ചിന്തിച്ചതേ ഇല്ല. അവർ ചിന്തിച്ച് നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നായിരിക്കും അവർ ചിന്തിച്ചിരിക്കുക, അല്ലേ? നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കൃഷ്ണൻ എത്ര സിമ്പിളായിരുന്നു, ഇപ്പം കണ്ടില്ലേ ഭയങ്കര ജാടയായിപ്പോയി. അതുകൊണ്ട് അവർക്ക് ആ കൃഷ്ണനെ കണ്ടപ്പോൾ ഒട്ടുമേ സന്തോഷം തോന്നിയില്ല. അപ്പോൾ ആ ശ്ലോകവും ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രൂപഗോസ്വാമിക്ക് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ചെറിയ ഒരു ഓലയിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം അവിടെ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുടിലിന് മുകളിൽ അതിൻ്റെ ആ ഓലയുടെ മേഞ്ഞിരിക്കുന്നതിന് മുകളിൽ കൊണ്ടുപോയി ഇദ്ദേഹം ആ ഒരു എഴുതിയ ഇല അവിടെ കൊണ്ടുപോയി തിരികെ വെച്ചു. എന്നിട്ട് അദ്ദേഹം സമുദ്രത്തിൽ സ്നാനത്തിനായിട്ട് പോയി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ വന്നു. ചൈതന്യ മഹാപ്രഭു ദിവസവും വന്ന് ഇവരെല്ലാം കാണാൻ വരുമായിരുന്നു. ഹരിദാസ് ഠാക്കൂർ, രൂപസനാതന ഗോസ്വാമിമാരെ ഇവർ പുരിയിലുള്ളപ്പോൾ ഇവരെ കാണാൻ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ 3 പേരും ക്ഷേത്രത്തിൽ പ്രവേശിക്കില്ലെന്നില്ല, ഇവരെ പ്രവേശിക്കാൻ സമ്മതിക്കില്ല. ഒരാൾ ജനിച്ചത് മുസൽമാനായിട്ട്, മറ്റ് 2 പേർ മുസൽമാന്മാരുടെ എല്ലാ ജീവിത രീതിയും അവലംബിച്ച 2 പേരായിരുന്നു. ജനിച്ചത് ബ്രാഹ്മണരായിട്ടാണെങ്കിലും മുസൽമാനായ രാജാവിന് സേവനം ചെയ്യുകയും അങ്ങനെ ഇവർ 2 പേരും ആ കൂട്ടത്തിൽ പെട്ടുപോയവരാണ്. അതുകൊണ്ട് ഇവർ 3 പേരും ക്ഷേത്രത്തിൽ പോവില്ല. അപ്പോൾ ദിവസവും ഭഗവാൻ അവിടെ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ കാണാൻ പോയ സമയത്ത് ആ എഴുതി വച്ചിരിക്കുന്ന ഓല ചൈതന്യ മഹാപ്രഭു കണ്ടു. ചൈതന്യ മഹാപ്രഭു മടങ്ങി വന്നു. അപ്പോൾ നമസ്കരിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമി അദ്ദേഹത്തെ നമസ്കരിച്ചു. എഴുന്നേറ്റ് നിന്നപ്പോൾ രൂപഗോസ്വാമിയുടെ ചെവിട്ടത്തൊരടി വെച്ചു കൊടുത്തു മഹാപ്രഭു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അതിനാണ് അടി എന്ന് വെച്ചാൽ സ്നേഹത്തിൽ കൊടുത്ത അടിയാണ്. എന്നിട്ട് മഹാപ്രഭു രൂപഗോസ്വാമി ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി എന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അതായത് ഒരു അടിയും വെച്ച് കൊടുത്തു, എന്നിട്ട് മടിയിലും പിടിച്ചിരുത്തി, എന്നിട്ട് അനുഗ്രഹവും കൊടുത്തു. എന്നിട്ട് സ്വരൂപ് ദാമോദരനെ വിളിച്ചിട്ട് മഹാപ്രഭു ചോദിക്കുകയാണ്, ഈ രൂപൻ എങ്ങനെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായത്? അപ്പോൾ സ്വരൂപ് ദാമോദർ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങിങ്ങനെ ചോദിക്കരുത്. അതായത് അങ്ങയുടെ മനസ്സിനുള്ളിലുള്ള അങ്ങയുടെ മനോഗതം രൂപഗോസ്വാമി തിരിച്ചറിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മേലുള്ള വിശേഷാൽ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഗൂഢരസ വിവേചന, അതായത് ഗൂഢമായിട്ടുള്ള രസങ്ങളെല്ലാം വിവേചിച്ചറിയാനുള്ള ആ ഒരു കഴിവുള്ള ആളാണ് ഈ രൂപഗോസ്വാമി എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായിരിക്കുന്നു. ആര്? മഹാപ്രഭു പറയുകയാണ്, എനിക്ക് ബോധ്യമായിരിക്കുന്നു. എന്നിട്ട് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയോട് പറയുന്നു, അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അങ്ങ് രൂപഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്താലും എന്ന്. ഇതിവിടെ വളരെ സംക്ഷിപ്തമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരണം ഒരു അധ്യായത്തിൽ പ്രത്യേകമായിട്ട് വരും. അതുകൊണ്ട് ഞാനിതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വേറൊരു കാര്യം, ഈ അധ്യായം വളരെ നീണ്ടതാണ്. അപ്പോൾ അങ്ങനെ രാധാറാണിയുടെ ആ ശ്ലോകം അതിനെക്കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ രാധാറാണി കൃഷ്ണനെ കാണുന്നു, ഒരു വിധത്തിലും ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയുക, ഗോപികമാർക്ക് ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഗോപബാലനാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം. അതുകൊണ്ട് ഗോപികമാരുടെ ആ ഒരു സ്തുതിയുടെ ഒരു ശ്ലോകവും ഇവിടെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോപികമാർ ആകെക്കൂടെ ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങൾ വ്രജഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളൊരൊറ്റ ചിന്ത, ഒറ്റ ആഗ്രഹം മാത്രമേ ഗോപസ്ത്രീകൾക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അത് കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവർ എത്രമാത്രം ഇവരുടെ ഈ ഗോപസ്ത്രീകളുടെ ഭക്തി
അതായത് പ്രേമഭക്തി എത്രമാത്രം പരിപക്വമായിരുന്നു എന്ന് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അതായത് അവർക്കുണ്ടായിരുന്ന ഏക ആഗ്രഹം എന്ന് പറയുന്നു, ഒരിക്കൽ കൂടെ കൃഷ്ണൻ ഞങ്ങളുടെ വ്രജഭൂമിയിലേക്ക് വരണമെന്ന്. ഒറ്റ ആഗ്രഹമേ അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. ഭഗവാൻ നടത്തി കൊടുത്തോ? ഇല്ല. ഭഗവാൻ അത് നടത്തി കൊടുത്തില്ല. കാരണം ആ ആഗ്രഹം ആണ് അവരുടെ പ്രേമഭക്തിയെ കൂടുതൽ തീവ്രമാക്കുന്നത് എന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് നടത്തി കൊടുക്കാത്തത്. എന്ന് വച്ച് അവരാരെങ്കിലും അവരുടെ ആ തീവ്രമായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുന്ന അവസ്ഥ അവരാരെങ്കിലും ഉപേക്ഷിച്ചു എന്നാൽ ഇന്ന് മുതൽ നിന്നെ ഫൊർഗെറ്റ് ഇറ്റ് എന്ന് അവരാരും പറഞ്ഞില്ല. അവർ കൃഷ്ണനെ കുറേ പഴി പറഞ്ഞു കാണും, ഇല്ലേ? എല്ലാ പഴിയും കൃഷ്ണൻ്റെ മേൽ ചാരി കൃഷ്ണനെ കുറേ ശകാരിച്ച്, അന്യോന്യം അവർ കൃഷ്ണനെ നല്ലോണം ശകാരിച്ച് പറയും, കൃഷ്ണൻ അങ്ങനെ ചെയ്തു, കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്നെല്ലാമുള്ള പരാതികൾ പരസ്പരം പറഞ്ഞിട്ട് പിന്നെയും അവരെന്ത് പറയും? കൃഷ്ണൻ്റെ മധുരമേറിയ ലീലകളെല്ലാം പറഞ്ഞ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കരയും. ഇതാണ് ഭക്തിയുടെ പരിപക്വമായ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. ശ്രീല പ്രഭുപാദർ ഭാഗവതത്തിലെ ഒരു 3-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിൽ, എനിക്ക് തോന്നുന്നു 24-ാമത്തെ ശ്ലോകമാണോ എന്ന് സംശയം, ഞാൻ ഈ അടുത്തിടെ വായിച്ചതാണ്. അപ്പോൾ അത് വിതുരർ ഉദ്ധവനെ കണ്ടുമുട്ടുന്ന സന്ദർഭം വർണ്ണിക്കുന്ന ശ്ലോകമാണ്. എനിക്കൊന്ന് 3-ാമത്തെ സ്കന്ധം 1-ാം അധ്യായം 24-ാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ശ്ലോകം ആകെക്കൂടെ വർണ്ണിക്കുന്നത് എപ്രകാരം വിതുരൻ അനേകം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും അവസാനം യമുനയുടെ കരയിൽ വന്നെത്തുകയും അവിടെ ഉദ്ധവരെ കണ്ടുമുട്ടുകയും ചെയ്തു. ഇതാണ് ശ്ലോകം. അപ്പോൾ ആ ശ്ലോകത്തിൽ പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇവരുടെ കണ്ടുമുട്ടൽ നടന്ന സ്ഥലം എന്ന് പറയുന്നത് ആ 110 മൈൽ, പ്രഭുപാദർ അതിനെക്കുറിച്ച് പറയുന്നു, ലോകത്തിലെ ഏറ്റവും പരിപാവനമായ സ്ഥലമാണ്. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകളുണ്ടായത്. അപ്പോൾ പ്രഭുപാദർ അതിൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ഭഗവാനെ തേടുന്നതിലാണ് എന്ന്. അതായത് പ്രഭുപാദർ അവിടെ എഴുതുന്നു, ഇപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന അനേകം ഭക്തന്മാരുണ്ട്. അവരുടെ ആ അന്വേഷണത്തിലൂടെ തന്നെ അവർ പരിപൂർണ്ണ സംതൃപ്തരാവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായിട്ടൊന്നിനെ അന്വേഷിച്ചാൽ അത് കണ്ടു കിട്ടിയാൽ മാത്രമേ അതിൽ വിജയമുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? കണ്ടു കിട്ടിയില്ലെങ്കിൽ വിജയമുണ്ടോ? ഇല്ല. പക്ഷേ പ്രഭുപാദർ ഇവിടെ പറയുന്നു, ഇത് മനസ്സിലാക്കാൻ വളരെ ദുഷ്കരമാണ്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരുവൻ പൂർണ്ണ അവബോധത്തോടുകൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അവൻ ഒരിക്കലും കണ്ടുമുട്ടണ്ട. മനസ്സിലാകുന്നില്ലേ? പക്ഷെ ആ അന്വേഷണത്തിലാണ് അവൻ്റെ പരിപൂർണത നിലകൊള്ളുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണത്? അതായത് എൻ്റെ അന്വേഷണം എന്ന് വെച്ചാൽ എൻ്റെ അവബോധത്തിൽ കൃഷ്ണൻ മാത്രമേ, കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, അത് തന്നെ എൻ്റെ പരിപൂർണതയാണ്. അവിടെ ഞാൻ കൃഷ്ണനെ കണ്ടോളണമെന്ന് നിർബന്ധം എനിക്കുമില്ല കുറേ കഴിയുമ്പോൾ. കാരണം എന്തുകൊണ്ടാണ്? ഈ കൃഷ്ണൻ എവിടെ എന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ കൃഷ്ണനിൽ മുഴുകിക്കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് കൃഷ്ണൻ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ചിലപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് പോലും വരില്ല, ഇല്ലേ? അപ്പോൾ ഗോപസ്ത്രീകൾക്ക് ഇവിടെ ഏക ആഗ്രഹം ഉണ്ടായിരുന്നു, തിരിച്ച് ഭഗവാനെ വ്രജഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു. ഇതിവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എടുത്തു പറയുന്നത് എപ്രകാരം ഗോപികമാർക്ക് കൃഷ്ണനോട് പരിശുദ്ധമായ പ്രേമമുണ്ടായിരുന്നു എന്നും. കൃഷ്ണനും മറിച്ച് അങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ അവരിൽ ആരിലും എന്താ പറയുക, വിലയേറിയ വേഷഭൂഷാദികളോ അങ്ങനെയുള്ള അലങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത ഗോപസ്ത്രീകൾ, അവർക്ക് വലിയ പഠിപ്പോ എന്താ പറയുക അറിവോ അല്ലെങ്കിൽ ധാരാളം ഇത് കണ്ടിട്ടുള്ള അങ്ങനെ ഒന്നും അവർക്കില്ല. പക്ഷെ അവർക്കെന്താണ് ഉണ്ടായിരുന്നത്? അവർക്കുണ്ടായിരുന്ന ഏറ്റവും പരിശുദ്ധമായ പ്രേമഭക്തിയെ മാത്രമാണ് കൃഷ്ണൻ കണ്ടത്. അതുതന്നെയാണ് അവർ കൃഷ്ണനെയും അങ്ങനെ തന്നെയാണ് അവർ കണ്ടത്. അവരൊരിക്കലും കൃഷ്ണൻ ഭഗവാനാണ് എന്ന രീതിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പരിശുദ്ധമായ ഭഗവാൻ ശ്രീകൃഷ്ണന് ഗോപികമാരോടും ഗോപികമാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോടും ഉണ്ടായിരുന്ന ഏറ്റവും പരിപാവനമായ ആ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വളരെ സംക്ഷിപ്തമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ
ചൈതന്യ മഹാപ്രഭു ജഗന്നാഥനെ പോയി കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു എപ്പോഴും ആഗ്രഹിക്കും, എനിക്ക് ഈ ജഗന്നാഥനെ ഇങ്ങനെ ത്രിഭംഗലളിതനായി നിൽക്കുന്ന വൃന്ദാവനത്തിൽ നിൽക്കുന്ന കൃഷ്ണനായിട്ട് എനിക്ക് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ എപ്രകാരം രാധാറാണി ആ ഭ്രമരഗീത എന്ന് പറയുന്ന ആ ഭാഗം ദശമസ്കന്ധത്തിലുള്ള അതിൽ പറയുന്നുണ്ട്, രാധാറാണി അതായത് ആ മുഖ്യ ഗോപി എങ്ങനെയാണ് ഒരു ഉന്മാദം പിടിച്ച അവസ്ഥയിൽ ഒരു ഭ്രമരത്തോട് പോലും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് തുല്യമായിട്ടാണത്രേ അവസാനത്തെ 12 വർഷങ്ങൾ ചൈതന്യ മഹാപ്രഭു രാവും പകലും ഇങ്ങനെ പരസ്പര ബന്ധമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ശേഷലീലയിലുള്ള 24 വർഷത്തെ ലീലകൾ എന്ന് പറയുന്നത് അസംഖ്യമാണ്. മാത്രമല്ല അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനത് വർണ്ണിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എപ്രകാരമാണ് സന്യാസം സ്വീകരിച്ചതിന് ശേഷം വൃന്ദാവനത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോൾ കൃഷ്ണപ്രേമം മൂത്ത് 3 ദിവസം രാധാദേശം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ സഞ്ചരിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ എവിടെയോ പോകുന്നു എന്നറിഞ്ഞ് നിത്യാനന്ദ പ്രഭു പോയിട്ട് ഇദ്ദേഹത്തെ വളരെ തന്ത്രപൂർവം വഴി തിരിച്ചു കൊണ്ടുവന്നു. പെട്ടെന്ന് മഹാപ്രഭു നോക്കിയപ്പോൾ ഇത് എവിടെ എത്തി? ശാന്തിപൂരിൽ അദ്വൈതാചാര്യൻ്റെ ഗൃഹത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ മഹാപ്രഭുവിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ആ രാത്രി തങ്ങുകയും സന്യാസ സ്വീകാരത്തിന് ശേഷം സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ശച്ചിമാതാവിനെ അദ്വൈത പ്രഭുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് ശച്ചിമാതാവ് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം മഹാപ്രഭു സ്വീകരിക്കുകയും അങ്ങനെ മാതാവിനെ ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ജഗന്നാഥപുരിയിലേക്ക് പോയത്. അപ്പോൾ അവിടെയും ഒരു മാതാവിന് എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളത് ഇത് നമ്മൾ ആ ഒരു ലീലയിലേക്ക് പൂർണ്ണമായും കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ സന്യാസം സ്വീകരിച്ചാൽ പോലും മാതാവിനുള്ള ആ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചൈതന്യ മഹാപ്രഭു ആ മാതാവിന് കൊടുക്കുന്ന എന്താ പറയുക ആ മാതൃഭക്തി എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു എപ്രകാരം പ്രകടിപ്പിച്ചു എന്ന് നമ്മൾ കാണും. അത് ഈ വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ എല്ലാം ലീലകളിൽ നമുക്കത് കാണാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചപ്പോഴും അദ്ദേഹം തൻ്റെ മാതാവിനെ ആശ്വസിപ്പിച്ചു. ഭഗവത്പാദ ശങ്കരനാണെങ്കിലും സന്യാസം സ്വീകരിച്ചപ്പോൾ തൻ്റെ മാതാവിനെ ആശ്വസിപ്പിച്ചു. ആവശ്യപ്പെടുമ്പോൾ ഞാൻ വരുമെന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെ ശച്ചിമാതാവിനോട് മഹാപ്രഭു പറഞ്ഞു, അമ്മ ഒറ്റയ്ക്കല്ലേ, പക്ഷേ ഞാൻ സന്യാസം സ്വീകരിച്ചു, എനിക്ക് അമ്മയുടെ കൂടെ ഇനി നിൽക്കാൻ വയ്യ. ശച്ചിമാതാവാണ് പറയുന്നത്, നീ ഒത്തിരി ദൂരം പോകരുത്, ജഗന്നാഥപുരിയിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എൻ്റെ മകൻ എങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെയാണ് മഹാപ്രഭു പറഞ്ഞതെന്നാൽ ഞാൻ ജഗന്നാഥപുരിയിൽ പോയി അവിടെ സന്യാസ ജീവിതം അവിടെ കഴിച്ചു കൂട്ടാമെന്ന് മഹാപ്രഭു ആക്ച്വലി അംഗീകരിക്കുന്നത് ശച്ചിമാതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഒരു സന്യാസ സ്വീകാരത്തിന് ശേഷം പോലും മാതാവിന് മാത്രമുള്ള ഒരു പ്രത്യേക പദവി എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്നുകൊണ്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ എപ്രകാരം മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ അവിടെയുള്ള അനേകം ക്ഷേത്രങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. ക്ഷീരച്ചോർ ഗോപിനാഥ് എപ്രകാരം സാക്ഷി ഗോപാൽ, ഈ ക്ഷീരച്ചോർ ഗോപിനാഥ് എപ്രകാരം മാധവേന്ദ്രപുരിക്ക് പായസം കൊടുത്തു, ഇതെല്ലാം പിന്നീടുള്ള അധ്യായങ്ങളിൽ വരും. പിന്നീട് എപ്രകാരം അദ്ദേഹം ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുകയും സാർവഭൗമ ഭട്ടാചാര്യർ വന്നതും, പിന്നെ അത് എപ്രകാരം അവിടുന്ന് സാർവഭൗമ ഭട്ടാചാര്യർക്ക് തൻ്റെ കാരുണ്യവർഷം നടത്തി എന്നുള്ളത്. അതിനുശേഷം ഭഗവാന്റെ ദക്ഷിണ ഭാരതത്തിലേക്കുള്ള തീർത്ഥയാത്രയെക്കുറിച്ചിട്ട് പറയുന്നു. ഒരു 18 ശ്ലോകങ്ങളിലൂടെ ദക്ഷിണ ഭാരത യാത്ര മഹാപ്രഭുവിൻ്റെ. അപ്പോൾ കൂർമ്മക്ഷേത്രം എന്ന സ്ഥലത്ത് വാസുദേവൻ എന്ന ബ്രാഹ്മണന് അദ്ദേഹം മോക്ഷം നൽകി. അതിനുശേഷം ജിയാദ നരസിംഹക്ഷേത്രത്തിൽ അദ്ദേഹം പോവുകയും അവിടെ അതിനു ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ഗ്രാമങ്ങളിലും മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം അദ്ദേഹം പ്രചരിപ്പിച്ചു. ഗോദാവരി തീരത്തിൽ വച്ച് ശ്രീ രാമാനന്ദരായരെ മഹാപ്രഭു കണ്ടുമുട്ടി. അതിനുശേഷം അദ്ദേഹം തിരുമലയിൽ പോയി അവിടെ ബാലാജി ഭഗവാനെ ദർശിക്കുകയും അവിടെ എല്ലാ ഭാഗത്തും ഭഗവത് ദിവ്യനാമ ജപം പ്രചരിപ്പിച്ചു. അതിനുശേഷം അഹോബില നരസിംഹക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക്
കുറേ നിരീശ്വരവാദികളെ കണ്ടു. അവരെ എല്ലാവരെയും തർക്കത്തിൽ തോൽപ്പിച്ച് അതിനുശേഷം അഹോബല നരസിംഹനെ പോയി അദ്ദേഹം ദർശിച്ചു. അതിനുശേഷം കാവേരി തീരത്തുള്ള ശ്രീരംഗ ക്ഷേത്രത്തിൽ പോയി ശ്രീരംഗനാഥനെയും കണ്ടു. ചാതുർമാസ്യം അവിടെ ഉണ്ടായിരുന്ന ത്രിമല്ല ഭട്ടർ എന്ന് പറയുന്ന ശ്രീവൈഷ്ണവനോടൊപ്പമാണ് അദ്ദേഹം ആ ചാതുർമാസ്യം കഴിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെ ആ 4 മാസം മഹാപ്രഭു അവിടെ മഹാമന്ത്രം കീർത്തനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും അവരെല്ലാവരെയും പഠിപ്പിച്ചു. അതിനുശേഷം ചാതുർമാസ്യത്തിന് ശേഷം അദ്ദേഹം പരമാനന്ദപുരിയെ കണ്ടു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ അതായത് കേരളത്തിൻ്റെ ഉത്തര കേരള ഭാഗത്തിൽ അദ്ദേഹം അങ്ങനെയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ഭട്ടതിരികൾ ചെയ്ത ചില വികൃതികളിൽ നിന്നും എപ്രകാരം അദ്ദേഹം തൻ്റെ ദാസനായ കൃഷ്ണദാസനെ രക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം ശ്രീരംഗപുരിയിൽ പോയി അവിടെ രാമദാസ് എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടി. അതിനുശേഷം മധ്വാചാര്യരുടെ ശിഷ്യന്മാരിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട തത്വവാദികളെ അദ്ദേഹം കണ്ടുമുട്ടി. അതിനുശേഷം അദ്ദേഹം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം, ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം സേതുബന്ധന രാമേശ്വരം വരെ പോയി അവിടെ സപ്തതാലങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. അവിടെ അദ്ദേഹം രാമേശ്വരത്തിൽ പോയി അവിടെയുള്ള ശിവക്ഷേത്രത്തിലും ചൈതന്യ മഹാപ്രഭു സന്ദർശനം നടത്തി. അതിനുശേഷം അവിടെയാണ് അദ്ദേഹത്തിന് കൂർമ്മപുരാണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അദ്ദേഹത്തിന് മഹാപ്രഭുവിന് കിട്ടിയത്. അതിൽ നിന്നാണ് മഹാപ്രഭു വായിച്ചത് രാവണൻ അപഹരിച്ചത് മായാസീതയെയാണ് എന്ന്. അപ്പോൾ അത് വായിച്ചപ്പോൾ മഹാപ്രഭുവിന് വളരെ സന്തോഷം തോന്നിയത്രേ. അതായത് സീതാദേവിയെ അല്ലല്ലോ രാവണൻ കൊണ്ടുപോയത് എന്ന്. ഇതെല്ലാം ലീലയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാപ്രഭുവിന് അറിയാത്തതല്ല. എങ്കിലും അദ്ദേഹം അത് വായിച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം തിരുവട്ടാർ ക്ഷേത്രത്തിൽ നിന്നും ബ്രഹ്മസംഹിതയും കൃഷ്ണകർണാമൃതവും കണ്ടെത്തിയതിനെക്കുറിച്ചിട്ട് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ നിന്നും മടങ്ങുന്നു. ജഗന്നാഥ ഭഗവാന്റെ സ്നാനയാത്രാ ദർശനം. അതിനുശേഷം ജഗന്നാഥ സ്വാമിയെ ക്ഷേത്രത്തിൽ കാണാനില്ലെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് മഹാപ്രഭു നേരെ പുറപ്പെട്ട് അലർനാഥ് ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ബംഗാളിൽ നിന്ന് ഭക്തന്മാരെല്ലാം പുരിയിലേക്ക് വന്നപ്പോൾ മഹാപ്രഭുവിനെ കാണാനില്ല. പിന്നെ ഒരു വിധത്തിൽ അവരെല്ലാവരും പറഞ്ഞ് അദ്ദേഹത്തെ അലർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. പിന്നീട് രാമാനന്ദപുരി തൻ്റെ സർക്കാർ ജോലി രാജിവെച്ച് പുരിയിൽ വന്ന മഹാപ്രഭുവിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇത് 3ാമത്തെ വലിയ പോസ്റ്റുള്ള ഉദ്യോഗസ്ഥരാണ് ജോലി രാജിവെച്ച് മഹാപ്രഭുവിൻ്റെ കൂടെ ചേരുന്നത്. ആദ്യം രൂപസനാതന ഗോസ്വാമിമാർ, പിന്നീട് രാമാനന്ദരായർ. അതിനുശേഷം എപ്രകാരമാണ് മഹാപ്രഭു കാശി മിശ്രയെ കണ്ടത്, പ്രദ്യുമ്ന മിശ്രയെ കണ്ടത്, പരമാനന്ദപുരി, ഗോവിന്ദ, കാശീശ്വര എന്നിവരെ കാണുന്നത്, പിന്നീട് സ്വരൂപ ദാമോദർ, ശിക്കിമഹിതി, ഭവാനന്ദരായ എന്നിവരെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം എപ്രകാരം കുലീനഗ്രാമ ഖണ്ഡഗ്രാമ എന്ന് പറയുന്ന അവിടെയുള്ള ശിവാനന്ദസേൻ, നരഹരിദാസ് എന്നിവരെല്ലാം അദ്ദേഹം കാണുന്നു. അതിനുശേഷം ഗുണ്ടിജമാർജനത്തിൽ എപ്രകാരം മഹാപ്രഭു ഭക്തന്മാരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗുണ്ടിജമാർജനം നടത്തി. അതിനുശേഷം രഥയാത്രയുടെ മുന്നിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നൃത്തം വയ്ക്കുന്നു. അതിനുശേഷം പ്രതാപരുദ്ര മഹാരാജാവിനോട് അദ്ദേഹം കരുണ കാണിക്കുന്നു. അതിനുശേഷം സാർവഭൗമ ഭട്ടാചാര്യരുടെ ഗൃഹത്തിൽ മഹാപ്രഭു പോയപ്പോൾ എപ്രകാരം സാർവഭൗമ ഭട്ടാചാര്യരുടെ മരുമകൻ മഹാപ്രഭുവിനെ നിന്ദിക്കുന്നു. അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യരുടെ ഭാര്യ അവൻ മരിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്നത്, സ്വന്തം പുത്രി വിധവയായാലും വേണ്ടില്ല, ഇവൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഇനി അനാവശ്യം പറയരുത് എന്ന് സാർവഭൗമ ഭട്ടാചാര്യരുടെ പത്നി ചിന്തിക്കുകയും സ്വന്തം മരുമകനെ തന്നെ അല്പായുവായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അതിനുശേഷം ബംഗാളിൽ നിന്നും ഭക്തന്മാർ വീണ്ടും പുരിയിലേക്ക് വരുന്നതും മഹാപ്രഭു അവരെല്ലാം കാണുന്നതും ശിവാനന്ദസേനനും മറ്റുള്ളവരും ചേർന്ന് അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നതും ശിവാനന്ദസേനോടൊപ്പം വന്ന ഒരു നായ പോലും എപ്രകാരം വൈകുണ്ഠപ്രാപ്തി അടഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചിട്ടും പറയുന്നു. അതിനുശേഷം സാർവഭൗമ ഭട്ടാചാര്യരെ കാണുന്നു. അതിനുശേഷം ഭഗവാൻ തൻ്റെ ഏറ്റവും അടുത്ത ഭക്തന്മാർക്കൊപ്പം ജലകേളിയിൽ ഏർപ്പെടുന്നു. അതിനുശേഷം വീണ്ടും ഗുണ്ടിജമാർജനം, അതിനുശേഷം ഹേരപഞ്ചമി,
ജന്മാഷ്ടമിയുടെ ദിവസം എപ്രകാരം മഹാപ്രഭു ഒരു ഗോപബാലനായി വേഷം ധരിച്ചു. അതിനുശേഷം അദ്ദേഹം ബംഗാളിലെ ഭക്തന്മാർക്കെല്ലാവർക്കും യാത്ര അയച്ചു. അപ്പോൾ ഇങ്ങനെ ഈ അധ്യായത്തിൻ്റെ ഏകദേശം 147 ശ്ലോകം വരെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനിയും ഒരു 140ഓളം ശ്ലോകങ്ങൾ അടുപ്പിച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് അടുത്ത തവണ വീണ്ടും കാണുമ്പോൾ ഇവിടെ നിന്നും തുടരാം. ഹരേ കൃഷ്ണ.